ഐലാഷ് പോകാൻ വരുന്നോ? ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് നെയിലാഷിലേക്കുള്ള എൻ്റെ നെയ്ബർ അനുവിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ ആളുകൂടെ എൻ്റെ കൂടെ നെയിൽ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ചെന്നാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കുറേ പണികളുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ ഷോപ്പിങ്ങിന് വിട്ടു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അത് റെഡ് റോസസും സിട്രസ് ഫ്രൂട്ടും പെഡിക്യൂർ ചെയ്യാനായിട്ട് എന്നും വാങ്ങേണ്ട സാധനങ്ങളാണിത്. അപ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ക്ലയൻറ്റ് എത്തി. ആളുടെ വെഡ്ഡിങ് നെക്സ്റ്റ് മന്താണ്, പക്ഷെ ഒരു ട്രയൽ നോക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ റെഗുലർ ക്ലയൻ്റ് ആട്ടോ. അപ്പോഴത്തേക്ക് അനുവിൻ്റെ എൻഗേജ്മെൻറ്റ് നെയിൽസ് റെഡിയായി. ഇതാണ് സെക്കൻഡ് ക്ലയൻറ്റ് സെറ്റ്. ഇതിവിടെ വളരെ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു പരിപാടി കേട്ടോ. നെയിൽസ് ചെയ്യണ കൂടെ വർക്കും ചെയ്യും. ഈ ക്ലയൻറ്റ് ലാഷും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റെഗുലർ ക്ലയൻറ്റ് ഐശ്വര്യയുടെ നെയിൽസ് ആണ്. ആക്ച്വലി നമ്മൾ കുറേ കളേഴ്സ് ട്രൈ ചെയ്യുമെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു കളർ ചേഞ്ചിങ് പോളിഷാണ് ആൾ ഓപ്റ്റ് ചെയ്തത്. ഈ മാമിൻ്റെ ഫസ്റ്റ് നെയിൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഇതേ. ഞാനുണ്ട് ഫസ്റ്റ് ടൈം എക്സ്റ്റൻഷൻസ് ചെയ്തത്. ഇത് നമ്മുടെ റെഗുലർ ക്ലയൻ്റ് ആണ് രേഷ്മ. പക്ഷേ രേഷ്മ ഇന്ന് ഭയങ്കര ടൈം ലിമിറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നെയിൽസ് ഫീറ്റിലും ഹാൻഡിലും ചെയ്യണമായിരുന്നു. പക്ഷെ 5:30 കഴിയണം എന്നൊരു ഡിമാൻഡായിട്ടാണ് ആൾ വന്നത്. പ്രാർത്ഥനയുടെ നെയിൽസും ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ആരി വന്ന് ആരിക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്റ്റൻഷൻസ് റിമൂവ് ചെയ്തിട്ട് ജെൽ പോളിഷ് മാത്രമായിട്ട് ആക്കണമായിരുന്നു. ആക്ച്വലി എല്ലാവരുടെയും ബിഫോറും ആഫ്റ്ററും ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തുടങ്ങാം. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും ഞാനതൊക്കെ മറക്കും. കൂടെ എൻ്റെ ക്ലയൻസ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് മറന്നു പോകാറുള്ളതാണ്. അപ്പോൾ